ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്യുക. കമൻറ്റുകൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുറന്നു പറയുക ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ക്ലാസ്സുകളിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറയുക. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഈ ഓരോ ക്ലാസ്സിൻ്റെയും ഈ നമ്മളിപ്പോൾ SCERT A to Z ആയിട്ട്, അതായത് മുഴുവൻ കാര്യങ്ങളും വീഡിയോസിലൂടെ പറഞ്ഞു പോകുന്നൊരു വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി SCERT ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് മിസ്സാവരുത്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതുപോലെ ക്ലാസ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതല്ല വേറെ പലരും നമുക്ക് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഉൾപ്പെടുന്ന വീഡിയോസ് ചെയ്യണമെന്ന്. ഉറപ്പായിട്ട് നമ്മളത് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒന്നുകൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഋതുക്കൾ അഥവാ സീസൺസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് ഋതുക്കൾ ഇവിടെ തന്നെ നമുക്ക് ചിത്രം സഹിതം തന്നിട്ടുണ്ട്. നമ്മുടെ ഋതുക്കൾ ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ടും 4 ഋതുക്കളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഒന്നെന്താണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം, ഇങ്ങനെ 4 ഋതുക്കൾ നമുക്ക് ഉണ്ട്. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ കിട്ടുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു രാജ്യത്ത് ചെന്നാൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് ചെന്നാൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ മഴയാണെങ്കിൽ അവിടെ വെയിലായിരിക്കും. അപ്പം നമ്മുടെ ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ മാറുന്നത് എന്തിൻ്റെ ബേസിലാണ്? നമ്മുടെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ചാണ് ഓരോ പ്രദേശത്തും കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ കാലയളവിനെ ഋതുക്കൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റം അനുസരിച്ച് ഓരോ പ്രദേശത്തും കാലാവസ്ഥ മാറുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഋതുക്കൾ എന്നാണ്. അതായത് കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കാലയളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഋതുക്കൾ എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം. അപ്പോൾ ഋതുക്കൾ ഉണ്ടാവാൻ കാരണം എന്താണ്? വേറൊന്നുമല്ല, ഭൂമിയുടെ പരിക്രമണം. പിന്നെന്താണ്? സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകൾ. ചില സ്ഥലത്ത് ചൂട് കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് ചൂട് വളരെ കുറവായിരിക്കും, ചില സ്ഥലത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. അപ്പം ഇതെല്ലാം കൊണ്ടാണ് നമ്മുടെ ഋതുക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണവും സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് എന്തിന് കാരണം? ഋതുക്കൾ ഉണ്ടാവാൻ കാരണം. ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായി ആവർത്തിക്കപ്പെടുന്നതാണ് ഋതുക്കൾ. അപ്പോൾ ഒരു വർഷം, ആ വർഷത്തിൽ എന്തൊക്കെയുണ്ട്? വസന്തകാലം ഉണ്ടാകുന്നു, അതുപോലെ ഗ്രീഷ്മകാലം, ശരത്കാലം, ശൈത്യകാലം. ഇതിങ്ങനെ ചാക്രികമായ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഋതുക്കൾ എന്ന് പറയുന്നത്. വിവിധ ഋതുക്കളും അവയുടെ സവിശേഷതകളുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വസന്തകാലം, പൂവൊക്കെ പൂത്ത് നിറഞ്ഞ് കളർഫുള്ളായിട്ട് നിൽക്കുന്നു. ഈ ഒരു കാലമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പ്രിംഗ് അല്ലെങ്കിൽ വസന്തകാലം എന്നറിയപ്പെടുന്ന കാലമാണിത്. അപ്പം എന്താ പ്രത്യേകത? വസന്തകാലമാകുമ്പോൾ സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ പൂവും കായും ഒക്കെ ഉണ്ടാകുന്നത് ഏത് കാലത്തിലാണ്? നമ്മുടെ വസന്തകാലത്തിലാണ്. ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം
ക്രമേണ കൂടി വരുന്നു. അപ്പോൾ വസന്തകാലത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. കാരണം എന്താണ്? പകലൊക്കെ വണ്ടുകൾ തേൻ കുടിക്കാൻ വരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് എന്താണ്? പകലിൻ്റെ ദൈർഘ്യം കൂടി വരുന്നു എന്നൊന്ന് ചുമ്മാ ചിന്തിച്ച് വെക്കുക. അപ്പം ഇതാണ് വസന്തകാലം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഗ്രീഷ്മകാലം അഥവാ സമ്മറാണ്. നല്ല വേനൽക്കാലം, ഗ്രീഷ്മകാലത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്രീഷ്മകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഉയർന്ന അന്തരീക്ഷ താപനിലയാണ് ഗ്രീഷ്മകാലത്തിലുണ്ടാകുന്നത്. ഉയർന്ന അന്തരീക്ഷ താപനില. പൊതുവേ ദൈർഘ്യമേറിയ പകലുകളാണ് ഈ കാലയളവിലുള്ളത്. പൊതുവേ ദൈർഘ്യമേറിയ കാലയളവാണ് പകലുകളാണ്. പൊതുവെ ദൈർഘ്യമേറിയ പകലുകളാണ്. അതായത് ഉയർന്ന അന്തരീക്ഷ താപനില, ചൂട് കൂടുതലാണ്. അതുപോലെ തന്നെ പകലിന് ദൈർഘ്യം കൂടുതലാണ്. പകല് രാത്രി അപേക്ഷിച്ച് പകൽ കൂടുതലായിരിക്കും. അതാണ് ഗ്രീഷ്മകാലത്തിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ശരത് കാലമാണ്. ശരത് കാലത്ത് അല്ലെങ്കിൽ ഓട്ടം എന്ന് പറഞ്ഞാൽ നല്ല ഇലയൊക്കെ കൊഴിഞ്ഞ് വരുന്ന ആ ഒരു കാലം ശരത് കാലം. അപ്പം ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അപ്പോൾ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. നമ്മൾ പുതിയ ഡ്രസ്സ് പഴയതൊക്കെ കളയുന്നത് പോലെ ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായി വൃക്ഷങ്ങൾ എന്ത് ചെയ്യുന്നു? ഇലകൾ പൊഴിക്കുന്നു. ഇക്കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഈ ശരത്കാലത്തിൽ എന്ത് പ്രത്യേകത? ഈ സമയത്ത് പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് രാത്രിയുടെ ദൈർഘ്യം കൂടും. ഇനി നമ്മൾ പറയുന്നത് ശൈത്യകാലം അഥവാ വിൻ്ററാണ്. ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുറഞ്ഞ അന്തരീക്ഷ താപനില വളരെ കുറവായിരിക്കും. മഞ്ഞ് വീഴ്ചയുണ്ടാകും. അതുപോലെ പൊതുവെ ദൈർഘ്യമേറിയ രാത്രികളായിരിക്കും. അപ്പോൾ രാത്രി കൂടുതലായിരിക്കും, ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും ഈ ഒരു കാലയളവിലുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഋതുക്കൾ എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു പട്ടികയാണ് തന്നിരിക്കുന്നത്. ഉത്തര ദക്ഷിണാർദ്ധഗോളത്തിൽ അനുഭവപ്പെടുന്ന വിവിധ ഋതുക്കളെക്കുറിച്ചുള്ള പട്ടിക നിരീക്ഷിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സൂര്യൻ്റെ അയനം, കാലയളവ്, ഋതുക്കൾ, ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലെയും ഋതുക്കൾ. ഇത്രയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ സൂര്യൻ്റെ അയനം, സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുമ്പോൾ, അപ്പോൾ സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലായിരിക്കുമ്പോൾ ആ ഒരു കാലയളവെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. അപ്പം സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? മാർച്ച് 21 പുറപ്പെടും. ജൂൺ 21 സൂര്യൻ എവിടെ എത്തിച്ചേരും? ഉത്തരായന രേഖയിൽ എത്തിച്ചേരും. ഈ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അവിടെ വസന്തകാലമാണ്. ഇപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ നമ്മുടെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിൽ ആയിരിക്കുമ്പോൾ, അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ആയിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ സമയത്ത് ഏതാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ശരത്കാലമാണ്. ഇനി സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. അപ്പം വീണ്ടും സൂര്യൻ എന്ത് ചെയ്യുന്നു? ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. അതെപ്പോഴാണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വരികയായിരിക്കും. അതായത് ഭൂമധ്യരേഖയിലായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ജൂൺ 21 മുതൽ ഏതുവരെ? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയാണ്. ഈ സമയം ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമാണ്. ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്? ആ സമയത്ത് സൂര്യൻ രശ്മി ലംബമായി പതിക്കുന്നതിനാൽ ഉത്തരായന രേഖയിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും?
ഗ്രീഷ്മകാലമാണ്. ഗ്രീഷ്മകാലം നല്ല ചൂട് കാലമാണ് ഉത്തരാർദ്ധഗോളത്തിൽ. ഇനി ദക്ഷിണാർദ്ധകാലത്തിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, നല്ല തണുത്ത കാലം, ശൈത്യകാലമായിരിക്കും. അപ്പോൾ ഓർക്കുക, നമ്മൾ ഡേറ്റ് മാത്രം പഠിച്ചു വെച്ചിരുന്നത് ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ്റെ അയനം സംഭവിക്കുമ്പോൾ ആ സമയം എന്ന് പറയുന്നത് പഠിച്ചു വയ്ക്കുക. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലയളവിലാണ്. ആ സമയത്ത് ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഗ്രീഷ്മകാലമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശൈത്യകാലമായിരിക്കും. ഇനി ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം വരുമ്പോൾ ഭൂമധ്യരേഖയിൽ നിന്ന് സൂര്യൻ എങ്ങോട്ട് പോകും? ദക്ഷിണായന രേഖയിലേക്ക് പോകും. ആ സമയത്ത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയാണ് ആ ഒരു കാലയളവെന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ്റെ അയനം സംഭവിക്കുമ്പോൾ അത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ. ഈ ഒരു കാലം നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കും. നേരെ എതിർ ഏതാണ്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? വസന്തകാലം ആയിരിക്കും. ഇനി ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ, അപ്പോൾ സൂര്യൻ്റെ അയനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലാകുമ്പോൾ, അതായത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ, വീണ്ടും ഡിസംബർ 22 മുതൽ ഏതുവരെ? വീണ്ടും മാർച്ചിലെത്തും, മാർച്ച് 21 വരെ. എന്താണ് ആ സമയത്ത്? ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ എന്താണ്? ശൈത്യകാലം. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ. ആ സമയം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് നമ്മുടെ സൂര്യൻ്റെ അയനം സംഭവിക്കും. അത് ഡിസംബർ 22 മുതൽ ഏതുവരെയാണ്? മാർച്ച് 21 വരെ ആയിരിക്കും. ഈ സമയത്ത് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? അവിടെ ശൈത്യകാലമാണ്. ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ ഗ്രീഷ്മകാലമാണ്, നല്ല ചൂട് കാലമാണ്, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഋതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനത്തിന് എന്ത് മാറ്റമുണ്ടാകും? അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മകാലത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം എവിടെ നിന്ന് എവിടെയാണ്? ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലോട്ടായിരിക്കും. ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലായിരിക്കും. ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലമാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. അവിടെ വസന്തകാലമായിരിക്കും. അല്ല, ശരത്കാലമാകുമ്പം അതെ വസന്തകാലം ആയിരിക്കും. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ്? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏതാണ്? വസന്തകാലമാണ് എന്ന് നമ്മൾ പറഞ്ഞു. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് നീങ്ങുമ്പോൾ അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് ഋതുവാണ്? ആ സമയത്ത് ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഋതുക്കളും സൂര്യൻ്റെ അയനവും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു എന്താണ് നമ്മുടെ സൂര്യൻ്റെ അയനം മൂലം, അതുപോലെ ഈ ഒരു സൗരോർജത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലും അതുപോലെ നമ്മുടെ പരിക്രമണവും, ഭൂമിയുടെ പരിക്രമണവുമാണ് എന്തിന് കാരണം? നമ്മുടെ ഈ ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം. ഇനി ഇവിടെ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ പൊതുവെ 4 തിരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ മാറ്റങ്ങൾ അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കൾ ഉള്ളതായി കണക്കാക്കുന്നു. അപ്പം നമ്മുടെ ഋതുക്കളെ പൊതുവെ എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? പൊതുവെ 4 ഋതുക്കളാണ് ഉള്ളതെങ്കിലും ഇന്ത്യയിലെ അന്തരീക്ഷ സ്ഥിതിയിൽ മാറ്റം അടിസ്ഥാനമാക്കി 6 വ്യത്യസ്ത ഋതുക്കളുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ എത്ര ഋതുക്കളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 6 ഋതുക്കളുണ്ട്.
അപ്പോൾ ഏതൊക്കെയാണത്? വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. അപ്പോൾ ഇങ്ങനെ 6 ഋതുക്കളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, അതുപോലെ വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. ഇങ്ങനെ 6 കാലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് വസന്തകാലം. അപ്പോൾ വസന്തകാലം ഏത് മാസത്തിലാണ്? മാർച്ച് ഏപ്രിൽ മാസം. വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. ഗ്രീഷ്മകാലമാണെങ്കിലോ മെയ് ജൂൺ മാസത്തിലാണ് ഗ്രീഷ്മകാലം. മെയ് ജൂൺ മാസത്തിലാണ് ഗ്രീഷ്മകാലം. വർഷകാലമാണെങ്കിലോ ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് വർഷകാലം. വർഷകാലം ജൂലൈ ഓഗസ്റ്റ് ആണ്. ശരത്കാലമാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ശരത്കാലം. പിന്നെ ഹേമന്തകാലമുണ്ട്, അത് നവംബർ ഡിസംബർ മാസത്തിലാണ് ഹേമന്തകാലം. ശിശിരകാലം എന്നാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ ഈ മാസങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോൾ ഇത് കാണാതെയൊക്കെ പഠിച്ച് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് ഋതുഭേദങ്ങളും ദിനരാത്രങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു. ഇത് കൂടാതെ ഭ്രമണത്തിൻ്റെ മറ്റൊരു സവിശേഷത കൂടി നമ്മൾ പറയുന്നുണ്ട്. അതിനാണ് നമ്മൾ ഇനി പറയുന്നത് സമയത്തെക്കുറിച്ചാണ്. 2024 ജനുവരി 14 റിയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ച് നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൻ്റെ തത്സമയ സംപ്രേഷണം വ്യത്യസ്ത ഇടങ്ങളിൽ ദൃശ്യമാകുന്ന സമയക്രമമാണ് ചിത്രം 3:16 നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ 2024 ജനുവരി 14 നമ്മുടെ ആരൊക്കെ തമ്മിലുള്ളതാണ്? റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ചിട്ട് നടന്ന സ്പാനിഷ് സൂപ്പർ ലീഗ് കപ്പ് ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരത്തിൻ്റെ ആ ഒരു തത്സമയ സംപ്രേഷണം പല സ്ഥലങ്ങളിലും പല സമയത്താണ് ഈ ഒരു ഫുട്ബോൾ ലൈവ് പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ തത്സമയ സംരക്ഷണമാണെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ വ്യത്യസ്ത സമയങ്ങളിലാണ് മത്സരം വീക്ഷിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞല്ലോ. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇവിടെ ഓരോ സമയക്രമം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 11 AM ലോസ് ഏഞ്ചലസിൽ, 11 AM പകലാണ് കേട്ടോ. 1 PM മെക്സിക്കോയിൽ, 4 PM ബ്രസീൽ, 9 PM കേപ്പ് ടൗണ്, അതുപോലെ 8 PM ബാഴ്സലോണയിൽ, 2 PM ന്യൂയോർക്കിൽ, 7 PM ലണ്ടനിൽ, 10 PM മോസ്കോ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലാണ്. 12:30 AM അർദ്ധരാത്രി 12:30 AM നമ്മുടെ ഡൽഹിയിൽ ഈ ഒരു കളി പ്രക്ഷേപണം ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്നത് ജനുവരി 14, 15 ദിവസങ്ങളിലാണ്. അപ്പോൾ 2 സ്ഥലത്ത് നടക്കുന്നത് 2 ദിവസമാണ് അല്ലേ. ഒരു സ്ഥലത്ത് ജനുവരി 14-നും മറ്റൊരു സ്ഥലത്ത് ജനുവരി 15-നുമാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞു. ഇനി നോക്കാം നമുക്ക്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അഥവാ അതിൻ്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ സമയം ആവശ്യമാണ്. അപ്പോൾ ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? അല്ലെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയാൻ എത്ര ഡിഗ്രി വേണം? 360 ഡിഗ്രി വേണം. അപ്പോൾ ഡിഗ്രിയിൽ ചോദിച്ചാൽ നമുക്ക് 360 ഡിഗ്രി വേണമെന്ന് പറയണം. മണിക്കൂറിലാണെങ്കിൽ 24 മണിക്കൂർ വേണം. 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ 60 മിനിറ്റ് എങ്കിൽ 1 ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ ഇവിടെ 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ, 15 ഡിഗ്രി 1 മണിക്കൂറിൽ 15 ഡിഗ്രി തിരിയും, അതായത് 60 മിനിറ്റ്. 15 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് വേണം? 60 മിനിറ്റ്. 1 മണിക്കൂറിന് 60 മിനിറ്റ്, 15 ഡിഗ്രി തിരിയും. എങ്കിൽ 1 ഡിഗ്രി കടക്കാൻ എത്ര സമയം വേണം? അപ്പോൾ 15-ൽ 1 മണിക്കൂറാണെങ്കിൽ 60 മിനിറ്റ് ആണെങ്കിൽ
1 ഡിഗ്രിക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? 15 ഡിഗ്രിയാണ് 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. ഇനി നമ്മൾ 1 ഡിഗ്രി അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം? 60/15 ചെയ്താൽ മതി. 60/15, 15ൽ 60ൽ 15 എത്ര പ്രാവശ്യം വരും? 4 പ്രാവശ്യം. 15, 30, 45, 60. അപ്പം 4 പ്രാവശ്യം വരും. അപ്പോൾ എത്ര മിനിറ്റാ? 4 മിനിറ്റ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് തിരിയാൻ എത്ര? 1 മണിക്കൂർ. അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഓരോ ഡിഗ്രി രേഖാംശ വ്യാപ്തിക്കും ആനുപാതികമായ സമയവ്യത്യാസം 4 മിനിറ്റാണ്. അപ്പോൾ ഓരോ ഡിഗ്രി തിരിയുമ്പോഴും എന്താണ്? ആ രേഖാംശ വ്യാപ്തിക്ക് ആവശ്യമായ സമയം ഈ പറഞ്ഞ 4 മിനിറ്റ് ആണ്. രേഖാംശ രേഖയിൽ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നതെന്ന് വ്യക്തമായല്ലോ. അപ്പം നമ്മൾ രേഖാംശ രേഖയിൽ സമയം കണക്കാക്കുന്ന രീതിയാണ് പറഞ്ഞത്. സമയനിർണ്ണയവുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങൾ നമുക്ക് താഴെ പറയാം. അപ്പം നമ്മളിവിടെ ഇത് കണ്ടോ, ഇവിടെ നമ്മൾ 180 ഡിഗ്രി, ഇവിടെ 0 ഡിഗ്രി, ഇതാണ് നമ്മുടെ രേഖാംശ രേഖ. ഈ കാണുന്ന ഇതാണ് നമ്മുടെ രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഇനി ഈ രേഖാംശ രേഖ എന്ന് ഇതിന് 0 മുതൽ 180 ഡിഗ്രി വരെയാണ് ഇതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടെ എന്താണ്, വെസ്റ്റും തന്നിട്ടുണ്ട്, ഈസ്റ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 180 ഡിഗ്രി ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലോബിനെ നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു രേഖാംശ രേഖയ്ക്ക് ഇപ്പുറമുള്ള ഭാഗമെല്ലാം വെസ്റ്റും അതിന് വലത് ഭാഗത്തെല്ലാം ഈസ്റ്റുമാണ്, അല്ലേ? ഈസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഈസ്റ്റാണ്, ഇങ്ങോട്ട് വരുമ്പം വെസ്റ്റാണ്. ഇനി നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇനി ഈ രേഖാംശ രേഖ ഓരോ ഡിഗ്രി മാറുമ്പോഴും നമ്മളിത് കണക്കാക്കുന്നത്. ഇനി നോക്കാം, പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈമിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. എന്താണ് പ്രാദേശിക സമയമെന്ന് നോക്കാം. പണ്ട് കാലങ്ങളിൽ നിഴലിനെയും സൂര്യൻ്റെ ഉച്ചസ്ഥാനത്തെയും അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് എങ്ങനെയാണ്? ഒന്നിൽ നിഴലിനെ ആസ്പദമാക്കിയിട്ട് അതല്ലെങ്കിൽ സൂര്യൻ്റെ ഉച്ചസ്ഥാനത്തെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം നിർണയിച്ചിരുന്നത്. സൂര്യൻ്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് നേർമുകളിലെത്തുന്ന സമയം ഉച്ചയ്ക്ക് 12 മണി. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം ഒരാളുടെ തലയ്ക്ക് മുകളിൽ നേർമുകളിലാണെങ്കിൽ ആ സമയത്ത് എത്ര മണിയാണ്? ഉച്ചയ്ക്ക് 12 മണി എന്നാണ് പണ്ട് കണക്കാക്കിയിരുന്നത്. നിഴലിൻ്റെ നീളം ഏറ്റവും കുറഞ്ഞ സമയമാണിത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നിഴലിന് നീളം ഏറ്റവും കുറഞ്ഞ സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് 12 മണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇത്തരത്തിൽ നിഴലിൻ്റെ നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയമെന്ന് പറയുന്നു. അപ്പോൾ എന്താ പ്രാദേശിക സമയം എന്ന് പറഞ്ഞാൽ? നിഴലിൻ്റെ നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്രാദേശിക സമയം. ഇനി ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് ജന്തർ മന്തറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ജന്തർ മന്തറിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു ക്ലോക്ക് പോലെ ഒരു ഘടികാരം ഇങ്ങനെ ഈ ഒരു ചുവരിൽ പതിപ്പിച്ച് വച്ചിട്ടുണ്ട്. ആ ഒരു ജന്തർ മന്തറിൻ്റെ 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്തർ. അപ്പോൾ ജന്തർ മന്തർ എന്താ പ്രത്യേകത? ഇത് പണി കഴിപ്പിച്ചത് ആരാണ്? ജയ്പൂരിലെ മഹാരാജാവായ ജയ്സിംഗ് ആണ് ജന്തർ മന്തറിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. അത് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു. ഇതിൽ 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് 20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ വച്ചിട്ടുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാധിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഈ ഒരു
20 പ്രധാന ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഒരു പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്നു. ഇവ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഗ്നനേത്രങ്ങൾ കൊണ്ട് ജ്യോതിശാസ്ത്ര സ്ഥാനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാധിച്ചിരുന്നു. ഇന്ത്യയിലെ 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ് ഈ ജന്തർ മന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ജന്തർ മന്ദർ, ഏറ്റവും വലുതാണ് ജന്തർ മന്ദർ. ഇനി മറ്റുള്ളത് ഏതൊക്കെയാണ്? ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരാണസി എന്നിവിടങ്ങളിലാണ് മറ്റുള്ളവ. അപ്പം ഡൽഹി, ഉജ്ജയിൻ, മധുര, വാരാണസി. 2010 ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ 2010 ജന്തർ മന്ദർ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഉപകരണങ്ങൾ അക്കാലത്ത് വളരെ കൃത്യതയോടുകൂടി പ്രാദേശിക സമയം നിർണ്ണയിക്കാൻ സഹായിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ജന്തർ മന്ദറിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്? മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് വ്യത്യസ്തമായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഓരോ രാജ്യത്തിനകത്തും എന്തുണ്ടാകും? വ്യത്യസ്തമായ പ്രാദേശിക സമയം ഉണ്ടാവും. ഇത് ഒരു രാജ്യത്തിൽ പൊതുവായുള്ള പരീക്ഷകൾ, റെയിൽവേ സമയം, റേഡിയോ സംപ്രേക്ഷണം തുടങ്ങിയവയ്ക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ വ്യത്യസ്ത സമയം ഉണ്ടായാൽ അതെന്ത് ചെയ്യും? അത് ചില പൊതുപരീക്ഷകളെയും റെയിൽവേ ടൈമിനെയും ഒക്കെ ബാധിക്കും. ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായി പരിഗണിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി രാജ്യങ്ങൾ എന്ത് ചെയ്തു? അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയെ എന്തായിട്ട് പരിഗണിക്കുന്നു? മാനക രേഖാംശമായി പരിഗണിക്കുന്നു. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്ന മാനക രേഖാംശ രേഖയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായി കണക്കാക്കുന്നു. അപ്പോൾ ഇങ്ങനെ 7.5 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രേഖാംശ രേഖയുടെ ഗുണിതമായി വരുന്ന രേഖാംശ രേഖയാണ് പരിഗണിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മാനക രേഖാംശത്തെ എന്ത് ചെയ്യുന്നു? മാനക രേഖാംശയിലെ പ്രാദേശിക സമയത്തെ ആ രാജ്യത്തിൻ്റെ മാനക സമയമായി കണക്കാക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ പറയുന്നത് ഗ്രീനിച്ച് സമയത്തെക്കുറിച്ചാണ്. അപ്പം എന്താണ് ഗ്രീനിച്ച് മീൻ ടൈം അഥവാ ഗ്രീനിച്ച് സമയം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഗ്രീനിച്ച് സമയം വ്യക്തമാക്കുന്ന ഒരു ക്ലോക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ചിത്രം നോക്കി, ഇതാണ് റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻവിച്ചിലെ റോയൽ ഒബ്സർവേറ്ററിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമയമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം എന്താണ് പ്രത്യേകത? അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നതായി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അക്ഷാംശ രേഖകളുടെ ഇത് നമുക്കറിയാം. നമ്മൾ 0 ഡിഗ്രി അക്ഷാംശമാണ് ഏറ്റവും വലിയ അക്ഷാംശമെന്നും അതുപോലെ ഈ അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നുവെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ രേഖാംശ രേഖകളും അർദ്ധവൃത്തങ്ങളല്ലേ? അപ്പോൾ എല്ലാ രേഖാംശ രേഖകളും എന്ത് തന്നെയാണ്? അർദ്ധവൃത്തങ്ങളാണ്. അതിനാൽ അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായി ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായി കണക്കാക്കുന്നു. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അത് കടന്നു പോകുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ് ഈ ഒരു രേഖ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? 0 ഡിഗ്രി രേഖാംശ രേഖയെ ഇതിനെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയമെന്നും വിളിക്കുന്നു. അപ്പം നമ്മൾ ഈ 0 ഡിഗ്രി രേഖാംശ രേഖ
കടന്നു പോകുന്ന ആ ഒരു രേഖാംശ രേഖയെ ഇതിനെ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ എന്നും പ്രൈം മെറിഡിയനിലെ പ്രാദേശിക സമയത്തെ നമ്മൾ എന്തും വിളിക്കുന്നു? ഗ്രീനിച്ച് സമയമെന്നും വിളിക്കുന്നു. ലോകത്തെവിടെയും യാത്രികർ സമയം കണക്കാക്കുന്നത് ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രീനിച്ച് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയായാലും ആളുകൾ എന്ത് ചെയ്യുന്നത്? സമയം കണക്കാക്കുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശ രേഖയും കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുകയും പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈസ്റ്റിലോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുന്നു, വെസ്റ്റിലോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. അതാണ് നമ്മളവിടെ പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ, ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശയും, അതായത് ഇവിടെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഓരോ രേഖാംശയും എന്ത് ചെയ്യുന്നു? കടക്കുമ്പോൾ സമയം 4 മിനിറ്റ് കൂടുന്നു. ഇനി പടിഞ്ഞാറോട്ടാണെങ്കിൽ എത്ര മിനിറ്റ് കുറയും? 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീനിച്ച് മെറിഡിയനിൽ 0 ഡിഗ്രി രേഖാംശം, അതായത് രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ, അപ്പോൾ ഗ്രീനിച്ച് മെറിഡിയനിൽ രാവിലെ 10 മണി ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത് 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും സമയം എത്രയായിരിക്കും? അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? 1 ഡിഗ്രി പടിഞ്ഞാറ് ആണെങ്കിൽ ഇപ്പോൾ 0 ഡിഗ്രി രേഖാംശമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ രാവിലെ 10 മണിയാണ്. അങ്ങനെ 10 മണി ആയാൽ തൊട്ടടുത്ത് 1 ഡിഗ്രി കിഴക്കും 1 ഡിഗ്രി പടിഞ്ഞാറും സമയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 ഡിഗ്രി പടിഞ്ഞാറ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റാണ് കുറയുന്നത്. പടിഞ്ഞാറോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറവാണ് വരുന്നത്, മൈനസ് ചെയ്യണം. കിഴക്കോട്ടാണെങ്കിൽ 4 മിനിറ്റ് പ്ലസും ചെയ്യണം. അപ്പോൾ ഇവിടെ 10 AM ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. അപ്പോൾ 10 AM 1 ഡിഗ്രി പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ എത്രയാകും? 4 മിനിറ്റ് കുറയും, 9:56 സമയമാകും. 9:56. ഇനി ഇവിടെ വരുമ്പോൾ ഏതാണ്? 1 മിനിറ്റ് 1 ഡിഗ്രി കിഴക്കോട്ട് വരുമ്പോൾ 4 മിനിറ്റ് കൂടും, പ്ലസ് ചെയ്യും. അപ്പോൾ ഇവിടെ 10:04 എന്ന് നമുക്ക് 4 AM. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെയും AM തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമുക്ക് എല്ലാം ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് തന്നിരിക്കുന്ന ഗ്രീനിച്ച് മെറിഡിയനിലെ, അതായത് 0 ഡിഗ്രി രേഖാംശം രാത്രി 9 മണി ആയിരിക്കുമ്പോൾ 30 ഡിഗ്രി കിഴക്ക് സമയം എത്രയായിരിക്കും? 30 ഡിഗ്രി കിഴക്കാണ്, രാത്രി 9 മണിയാണ് ഗ്രീനിച്ച് ടൈം. എന്താ? 9 PM ആണ്. രാത്രി ആകുമ്പോൾ നമുക്ക് 9 PM ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രി കിഴക്കാണെങ്കിൽ സമയം എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 30 ഡിഗ്രി കിഴക്ക്. അപ്പോൾ 30 ഡിഗ്രി കിഴക്ക് വരുമ്പം കിഴക്കോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് വെച്ച് കൂടും അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4 × 30. 4 × 30 എത്ര കിട്ടും? 3 12 120 120 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഈ 120 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 160 മിനിറ്റ് 1 മണിക്കൂർ, 120 മിനിറ്റ് ആകുമ്പോൾ 2 മണിക്കൂർ. അപ്പോൾ 9 PM എന്ന് പറയുന്നത് എത്രയാവും? 9 PM + 2 മണിക്കൂർ കൂടും. അപ്പോൾ ഇവിടെ 11 PM എന്ന് ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സമയം എത്രയാണ്? 11 മണിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇന്ത്യയിൽ എങ്ങനെയാണ് മാനക സമയം കണക്കാക്കുന്നത് എന്ന് നോക്കാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശ്, അതായത് 97 ഡിഗ്രി 25 മിനിറ്റ്, നമ്മൾ അങ്ങനെയാണ് കിഴക്ക്. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനമായ ഗുജറാത്തിൽ എങ്ങനെയാണ്? പടിഞ്ഞാറാണെങ്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് ആണ് കിഴക്ക്. ഇവർ തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസം ഉള്ളതിനാൽ
2 മണിക്കൂറോളം പ്രാദേശിക സമയം വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര മണിക്കൂർ പ്രാദേശിക സമയത്തിൽ വ്യത്യാസമുണ്ട്? 2 മണിക്കൂറോളം പ്രാദേശിക സമയത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ ഇപ്പോൾ 2 മണിയാണെങ്കിൽ നമ്മൾ അരുണാചൽ പ്രദേശിലോട്ട് ചെന്നാൽ ചിലപ്പോൾ അവിടെ അതിൽക്കാൽ കൂടുതലായിരിക്കും. അവിടെ 2 എന്നുള്ളത് 4 മണിയായിരിക്കും. അതുപോലെ തിരിച്ചാണെങ്കിൽ എത്ര? അവിടെ 2 ആയിരിക്കും. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവും. ഇതുകൊണ്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് രാജ്യത്ത് ഒരു മാനക സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ. ഇത് നമ്മൾ ഗുജറാത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ 2 മണിക്കൂർ അധികമായി. അങ്ങനെ നമ്മളൊരു പ്രാദേശിക സമയം, ഈ ഒരു മാനക സമയം നിർണ്ണയിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രാദേശിക സമയത്തിൽ വരുന്ന ആ ഒരു വ്യത്യാസം കാരണം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് രാജ്യത്തൊരു മാനക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ മാനക രേഖാംശ രേഖയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനെയാണ്? 82.5 ഡിഗ്രി കിഴക്കാണ്. ഇത് 7.5, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, 7.5 ഡിഗ്രിയുടെ ഗുണിതമാണ്. അപ്പോൾ ചിലപ്പോൾ വേറെ ഡിഗ്രിയൊക്കെ മാറ്റിത്തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 7.5 ഡിഗ്രിയുടെ ഗുണിതമായ 82.5 ഡിഗ്രിയെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? കിഴക്ക് രേഖാംശ രേഖയെ. ഈ ഒരു 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖയാണ് ഇന്ത്യയിൽ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മാനക രേഖാംശമായി കണക്കാക്കുന്നത്. ആ രേഖയിലുള്ള പ്രാദേശിക സമയത്തെ ഇന്ത്യയുടെ മാനക സമയമായി കണക്കാക്കുന്നു. 82.5 ഡിഗ്രി ഈസ്റ്റ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ മാനക രേഖാംശയായി, മാനക സമയമായി കണക്കാക്കുന്നു. ഗ്രീനിച്ച് രേഖയും ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയും 82.5 ഡിഗ്രി കിഴക്ക് തമ്മിൽ എത്ര സമയ വ്യത്യാസമുണ്ട്? അപ്പം നമ്മളിങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ എത്ര സമയ വ്യത്യാസമുണ്ട്? 5.5 മണിക്കൂർ സമയ വ്യത്യാസമുണ്ട്. ഏതൊക്കെ തമ്മിൽ? നമ്മുടെ ഗ്രീനിച്ച് രേഖയും ഇന്ത്യയുടെ മാനക രേഖാംശ രേഖയും തമ്മിൽ. ഇനി സമയമേഖലകൾ അഥവാ ടൈം സോണിനെ കുറിച്ചാണ് പറയുന്നത്. അന്താരാഷ്ട്ര ധാരണ പ്രകാരം ലോകത്തെ 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ 20 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്ത് 1 മണിക്കൂർ സമയ വ്യത്യാസത്തിൽ ലോകത്തെ നമ്മൾ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 24 സമയമേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇവയാണ് സമയമേഖലകൾ. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമയ വ്യത്യാസത്തിലാണ് നമ്മൾ 24 മേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമയമേഖലകൾ എന്ന് പറയുന്നത്. ഓരോ മേഖലയിലും 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. അപ്പോൾ ഈ ഓരോ മേഖലയിലും എത്ര ഡിഗ്രി? 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തിയുണ്ട്. അതായത് 15 ഡിഗ്രി ചേരുമ്പോൾ ഏതാണ്? 1 മണിക്കൂറാവും. ആ ഒരു മണിക്കൂർ ഈ 15 ഡിഗ്രി രേഖാംശ രേഖ വ്യാപ്തി ഈ ഓരോ മണിക്കൂറിലും 24 സമയമേഖലകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതാണ് നമുക്ക് ഇവിടെ ഈ ഒരു ചിത്രമായിട്ട് ഇതിവിടെ തന്നിരിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ അറ്റത്തുള്ള ഗുജറാത്തും തമ്മിൽ ഏകദേശം 2 മണിക്കൂറാണ് വ്യത്യാസമെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിൽ 2 മണിക്കൂർ വ്യത്യാസമുണ്ട്. വ്യത്യാസം കുറവായതുകൊണ്ട് തന്നെ രാജ്യത്തിന് പൊതുവായി ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല. അപ്പോൾ ഈ ഒരു വ്യത്യാസം കുറവായത് 2 മണിക്കൂറേ ഉള്ള വ്യത്യാസം, അത് കുറവാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഇല്ല, ഒരു മാനക സമയം തിരഞ്ഞെടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ റഷ്യ, കാനഡ, USA, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിരവധി സമയമേഖലകളും മാനക സമയവും ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്ത്യയിൽ 2 മണിക്കൂറേ ഉള്ളതുകൊണ്ട് വളരെ കുറച്ച് മാനക രേഖാംശമായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമ്മുടെ രേഖാംശ രേഖ കണക്കാക്കാം. പക്ഷേ ഈ രേഖാംശ രേഖ കൂടിയ രാജ്യങ്ങളാണ് ഏതൊക്കെയാ? റഷ്യയും കാനഡയും USA-യും ഓസ്ട്രേലിയയും ഒക്കെ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ രാജ്യങ്ങളിൽ നിരവധി സമയമേഖലകളും മാനക സമയവും ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയെക്കുറിച്ചാണ്. ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ അഥവാ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അപ്പോൾ ഡിസംബർ 25 നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ ഡിസംബർ 25-ന് ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? 180 ഡിഗ്രി വെസ്റ്റും 180 ഡിഗ്രി ഈസ്റ്റും ഇതിൻ്റെ ഇടയിൽ വരുന്ന 0 ഡിഗ്രി രേഖാംശം കണക്കാക്കിയാണ് നമ്മളിത് കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റിലോട്ട് പോകുമ്പം എന്താണ്?
നമ്മുടെ ഈ ഒരു അന്താരാഷ്ട്ര ദിനാങ്കരേഖ കുറഞ്ഞു വരും. ഈസ്റ്റിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ദിനാങ്കരേഖ കൂടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഡിസംബർ 25 6 PM, ഡിസംബർ 25 6 PM 0 ഡിഗ്രി ആണ് എങ്കിൽ ഡിസംബർ 25 6 AM ആയിരിക്കും പടിഞ്ഞാറ് ഭാഗത്തോട്ട്. ഡിസംബർ 26 6 AM ആയിരിക്കും ഏത് 180 ഡിഗ്രി ഈസ്റ്റിൽ വരുന്നത്. അപ്പം 180 ഡിഗ്രി വെസ്റ്റിലാണെങ്കിൽ ഒരു ദിവസം കുറവായിരിക്കും, 180 ഡിഗ്രി ഈസ്റ്റിലാണെങ്കിൽ ഒരു ദിവസം കൂടുതലായിരിക്കും എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഗ്രീനിച്ച് രേഖയിൽ ഡിസംബർ 25 വൈകുന്നേരം 6 മണി ആയിരിക്കുമ്പോൾ 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും ഏത് ദിവസവും സമയവുമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, 180 ഡിഗ്രി കിഴക്ക് ആണെങ്കിൽ ഏത് ദിവസം, ഡിസംബർ 25 6 PM. അതുപോലെ 180 ഡിഗ്രി ഈ പടിഞ്ഞാറാണെങ്കിൽ ഡിസംബർ 25 6 AM ആയിരിക്കും. ഒരു സ്ഥലത്ത് രാവിലെയും ഒരു സ്ഥലത്ത് രാത്രിയുമായിരിക്കും. അപ്പോൾ ഈസ്റ്റിലോട്ട് പോകുമ്പോഴാണ് കൂടിക്കൂടി വരുന്നത്. ചിത്രം 3, 2, 4 നിന്നും 180 ഡിഗ്രി കിഴക്കും 180 ഡിഗ്രി പടിഞ്ഞാറും രേഖാംശ രേഖകൾ ഒറ്റ രേഖാംശ രേഖയാണെന്ന് മനസ്സിലാക്കാം. അതായത് 180 ഡിഗ്രി രേഖാംശ രേഖയുടെ ഇരുവശത്തുമായി 24 മണിക്കൂർ സമയവ്യത്യാസമുണ്ട്. അപ്പോൾ 24 മണിക്കൂർ സമയവ്യത്യാസം എവിടെ ഉണ്ടായിരിക്കും, 180 ഡിഗ്രി കിഴക്കിനും 180 ഡിഗ്രി പടിഞ്ഞാറിനും ഇടയ്ക്ക് ഉണ്ടാവും. ഈ രേഖ മുറിച്ച് കിഴക്കോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു കലണ്ടർ ദിനം നഷ്ടമാവുകയും പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഈസ്റ്റിലോട്ട് കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ അയാൾക്കൊരു ദിവസം നഷ്ടമാകും. ആ വ്യക്തി പടിഞ്ഞാറോട്ട് പോവുകയാണെങ്കിൽ അയാൾക്കൊരു ദിവസം കൂടുതൽ കിട്ടും. അപ്പോൾ ഡിസംബർ 25 എന്ന് പറയുമ്പം ആ വ്യക്തി കിഴക്കോട്ടാണ് പോകുന്നതെങ്കിൽ എന്താകും, അയാൾക്കൊരു ദിവസം നഷ്ടമാകും. ഇനി പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിക്ക് എന്ത് കിട്ടും, ഒരു ദിവസം അധികം ലഭിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. അപ്പം നമ്മുടെ അന്താരാഷ്ട്ര ഉടമ്പടി പ്രകാരം നമ്മൾ ഏതിനെയാ, 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത് എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രി രേഖാംശ രേഖ. അതിനെയാണ് നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായി കണക്കാക്കുന്നത്. 180 ഡിഗ്രി രേഖാംശ രേഖയെ ആണ്. ഇനി ഈ രേഖ മുറിച്ച് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. അപ്പോൾ ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ചിട്ട് കിഴക്കോട്ട് പോകുന്ന ഒരാൾക്ക് ഒരു ദിവസം കൂട്ടി പറയണം. അതിന് പടിഞ്ഞാറോട്ട് പോകുന്ന ആളിന് എന്ത് ചെയ്താൽ മതി, ഒരു ദിവസം കുറച്ചും സമയം അതെ, പടിഞ്ഞാറോട്ട് പോകുന്ന ആളിന് ഒരു ദിവസം കൂട്ടിയും കൂടുതൽ കിട്ടും. ഇനി കിഴക്കോട്ട് പോകുന്ന ആളിന് ഒരു ദിവസം കുറച്ചുമാണ് സമയം കിട്ടുന്നത്. ഇനി നമ്മൾ കാണുന്നത് ആണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത്. ഇതിങ്ങനെ കടന്നു പോകും. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് പോകുന്നത് ഇതിൽ ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് പോകുന്നത്. ഇതിന് ഇപ്പുറത്തോട്ട് പോകുന്നവർക്ക് കിഴക്കാണെങ്കിൽ ഇവർക്ക് ഒരു ദിവസം കുറയും, പടിഞ്ഞാറോട്ട് പോകുന്നവർക്ക് ഒരു ദിവസം കൂടും. ഇതാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പ്രത്യേകത. ഇനി നോക്കിയേ, അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായി ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ദാണ്ട് പസഫിക് സമുദ്രത്തിലെ ചില ജനവാസമുള്ള കരഭാഗങ്ങളുണ്ട്. ആ കരഭാഗങ്ങളെ ഒഴിച്ച് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുപോകുന്ന രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഇവിടെയൊക്കെ ഇങ്ങനെ കടത്തിയാണ് ഈ ഒരു അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ പറഞ്ഞു അന്താരാഷ്ട്ര ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രമീകരണങ്ങൾ വരുത്തിയതെന്ന് ചോദിക്കാം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന രാജ്യങ്ങളിൽ ഈ രേഖയുടെ ഇരുവശങ്ങളിലായി 2 ദിവസം വരുന്ന അവസ്ഥ ഒഴിവാക്കാനായിട്ടാണ് ഈ ദിനാങ്ക രേഖയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതായത് പസഫിക് സമുദ്രത്തിൽ ജനവാസമുള്ള കരഭാഗങ്ങളെ ഒഴിവാക്കും വിധമാണ് ഈ രേഖ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രമീകരിച്ചിരിക്കുന്നത്. ഭൂമിയുടെ ഭ്രമണവും പരിക്രമണവും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് പരിചയപ്പെട്ടല്ലോ. അപ്പം നമ്മുടെ ഭൂമിയുടെ ഭ്രമണം അതുപോലെ പരിക്രമണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുമൂലം പ്രകൃതിയിൽ സംഭവിക്കുന്ന വൈവിധ്യമാർന്ന മാറ്റങ്ങൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജവും ഉത്സാഹവും നൽകും. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഋതുക്കളിലും സമയത്തിലും അനുഭവപ്പെടുന്ന വ്യത്യാസം ആ സ്ഥലങ്ങളിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറച്ച് തുടർ പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രദേശത്ത് വിവിധ ഋതുക്കളിൽ പ്രകൃതിയിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് സാമൂഹ്യശാസ്ത്ര നിരീക്ഷണ പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡിസംബർ 22, ജൂൺ 21 എന്നീ ദിവസങ്ങളിൽ നിങ്ങളുടെ സ്ഥലത്തെ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം, സൂര്യോദയം അസ്തമയ സമയങ്ങൾ കണക്കാക്കി കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ ഈ ഒരു ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.